വെൽക്കം ടു സ്റ്റാർ ജാം. ഇന്ന് സ്റ്റാർ ജാമിൽ ഞാൻ സംസാരത്തെക്കാൾ കൂടുതൽ സംഗീതമാണ് കേൾപ്പിക്കാൻ പോകുന്നത്. Well, he is not a musician, he is a magician. എന്റെ കൂടെ ഇന്നുണ്ട് ആര്? ബാലഭാസ്കർ. This is ബാലഭാസ്കർ saying hi to you on Star Jam. Welcome to my show. Thank you, man. So tell me, ബാലു, എന്താ ഞാൻ വിളിക്കണ്ടേ? മ്യൂസീഷ്യൻ എന്ന് വിളിക്കണോ, മജീഷ്യൻ എന്ന് വിളിക്കണോ? എന്നെ ബാലു തൽക്കാലം വിളിച്ചാൽ മതി. എന്നാ തോന്നിയത് ബാലുവിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു മാജിക്കൽ ഫിംഗർ ആണ്, അല്ലെങ്കിൽ മാജിക്കൽ ദൈവം ഇങ്ങനെ ഒരു മാജിക് കയ്യിൽ തന്നിട്ടുണ്ടെന്ന് മനസ്സിലായത് എപ്പോഴാണ്? ആ മാജിക് എന്ന് വിചാരിക്കുന്നത് എപ്പോഴും എന്റെ വായന എന്നുള്ളതൊന്നും അല്ല. ഞാൻ വിചാരിക്കുന്നത് ആ മാജിക് സംഭവിച്ചത് ഞാൻ ആ വീട്ടിൽ ജനിച്ചു എന്നുള്ളതാണ്. അവിടെ ഞാൻ ജനിച്ചു, അതുകൊണ്ട് എനിക്ക് വയലിൻ കിട്ടി, അതുകൊണ്ട് ഞാൻ സംഗീതം കൊണ്ട് ജീവിക്കുന്നു. ബാലഭാസ്കർ വയലിൻ വായിക്കുന്നു, ഞാൻ മജീഷ്യൻ എന്ന് വിളിക്കുന്നു. എത്ര പേര് ബാലുവിനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട്? അയ്യോ, നല്ലത് പറയണോ ചീത്ത? ആദ്യം നല്ലത്, അത് കഴിഞ്ഞ് ചീത്ത. അല്ല, ഇളയരാജ മാസ്ട്രോ, AR റഹ്മാനെ പിന്നെ മൊസാട്ട് എന്ന് വിളിക്കണ പോലെ ബാലുവിനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് ആൾക്കാർ? മേസ്ട്രോ, വയലിൻ മേസ്ട്രോ, മജീഷ്യൻ, ഈ പറഞ്ഞ ഇങ്ങനെ എന്തൊക്കെയോ പറയാനുണ്ട്. വയലിൻ വിസാർഡ് എന്തൊക്കെയോ പറയാനുണ്ട്. ആസ്വദിക്കുന്നുണ്ടോ? അയ്യോ ഇല്ല. എനിക്ക് നന്നായി അറിയാം ഞാൻ എന്താണെന്ന്. വേ ടു ഗോ. ഒരുപാട് മുകളിൽ പോകാനുണ്ട്. ഒരുപാട് മുകളിൽ പോകാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോൾട്ട് എന്നിലുണ്ട്, ഒരുപാട് നന്നാവാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. സോ ഇറ്റ്സ് മേസ്ട്രോ ഞാൻ പറയിക്കും, അങ്ങനെ ഒരു അവസ്ഥ വരും. പക്ഷേ ഉസൈൻ ബോൾട്ട് 9.5 സെക്കൻഡിൽ 100 മീറ്റർ കവർ ചെയ്യും. 9.5 സെക്കൻഡിൽ എന്തൊക്കെ കവർ ചെയ്യും ബാലു? എന്ത് കിട്ടിയാലും ഞാൻ ഒരു പേപ്പർ കൊണ്ട് കവർ ചെയ്ത് തരാം. Well, I'll give you 9.5 seconds. എത്ര സ്പീഡിൽ വയലിൻ വായിക്കാൻ? കാരണം ബാലു ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും അഡ്നൻ സമി കീബോർഡിൽ ഭയങ്കര ഫാസ്റ്റായി വായിക്കണ പോലെ ബാലു ഭയങ്കര സ്പീഡിൽ വയലിൻ വായിക്കുന്നുണ്ട്. How is that possible? It happens in നമ്മളൊരു എക്സ്റ്റസിയിലാവുമ്പോൾ സംഭവിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ഇപ്പം ഞാൻ കുറച്ച് സ്പീഡ് വായിച്ചേക്കാമെന്ന് വിചാരിക്കുന്നത് ചെയ്യുന്നതല്ല. ഞാനും വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ആലോചിക്കാറുണ്ട്. ഇത്രയും ഒരു പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞില്ലേ, ഐ മേ നോട്ട് ബി ഏബിൾ ടു പ്ലേ ലൈക്ക് ദാറ്റ്. എങ്കിൽ ഞാൻ തോറ്റു. ബാലുവിന് ഇഷ്ടമുള്ളത് വായിച്ചോ. ഞാൻ ജയിച്ചു. അപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത് എൻ്റെ ആദ്യത്തെ കമ്പോസിഷൻ ആയിരിക്കും. ഒരു പക്ഷേ ഫ്യൂഷൻ ഞാൻ ചെയ്തു തുടങ്ങിയ സമയത്ത് ചെയ്തതാണ്. സൂര്യ എന്ന് പറഞ്ഞിട്ട് കമ്പോസിഷൻ ഉണ്ട്. Let's start the show. And എൻ്റെ കൂടെ ഉണ്ട് ബാലഭാസ്കർ. ഇന്ന് ഐ എം സോ ഹാപ്പി. കാരണം റിയൽ ലൈഫിൽ ഒരുപാട് പേര് സ്റ്റേജിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാളെ ഞാൻ എന്റെ കൈയുള്ള ഡിസ്റ്റൻസിൽ കാണാണ്. ആൻഡ് ഹി ഈസ് ബാലഭാസ്കർ ഹിയർ. വെൽക്കം ബാക്ക് ടു മൈ ഷോ. താങ്ക് യു മാൻ. ടെൽ മീ, ബാലുവിന്റെ ആൽബം ആണ് ലെറ്റ് ഇറ്റ് ബി. അങ്ങനെ തന്നെയാണോ ലൈഫിലെ മോട്ടോ? കൈൻഡ് ഓഫ് ലെറ്റ് ഇറ്റ് ബി എന്നുള്ള അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകാനാണ് എനിക്ക് ഇഷ്ടം. എപ്പോഴെങ്കിലും സ്റ്റേജ് ഷോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ബാലു. എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ലെറ്റ് ഇറ്റ് ബി പോട്ടെ? ആദ്യത്തെ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാവുന്ന സമയം ഉണ്ടാവും. യു നീ ഇങ്ങനെ അങ്ങനെ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ലെറ്റ് ബി ലൈക്ക് ദാറ്റ്, കം ഓൺ. അങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥകൾ. ഇപ്പം അതുപോലെ
ഭയങ്കര വലിയ ഷോസ് നടക്കുക, ഇതിൽ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക, വാട്ട് എവർ ഹാപ്പൻസ് ഇപ്പോൾ ഓക്കെ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. കുറേ ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് പറയാറുണ്ട്. വെച്ചാൽ എനിക്ക് ഭയങ്കര മസിൽ പിടിച്ച് ഭയങ്കര ശുദ്ധ സംഗീതത്തിന്റെ ആൾക്കാരൊക്കെ അല്ലേ, അവർ ബാലുവിന് കുറ്റം പറയാറുണ്ട്. ഓ യാ എന്ത് കുറ്റം അവർ പറയാം, എനിക്ക് അറിഞ്ഞ കൊള്ളാന്നുണ്ട്. ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ആ ശുദ്ധ സംഗീതത്തിന്റെ ആ ഒരു പവിത്രത പോകുന്നില്ലേ, അങ്ങനെയാണ് പോകുന്നില്ലേ ബാലു? വാട്ട് ഇസ് ദിസ്? ശുദ്ധ സംഗീതത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയതിന് ബാലുവിനെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. എനിക്ക് വേണം ഒരു അറസ്റ്റ്, ഞാൻ കുറഞ്ഞത് തൂക്കിക്കൊല്ലും. എന്താണ് പവിത്രത നഷ്ടപ്പെടുത്തിയോ? എന്റെ ചോദ്യം തിരിച്ചുള്ള ചോദ്യം എന്താണ് ശുദ്ധ സംഗീതം എന്നുള്ളതാണ്. ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായി കേൾക്കുന്ന എന്തും ശുദ്ധ സംഗീതമാണ് അല്ലേ. അതിനകത്ത് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ശാസ്ത്രീയ സംഗീതമാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയ സംഗീതം ശുദ്ധമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ശാസ്ത്രീയ സംഗീതം ഇപ്പൊ പാടുന്ന രീതിയിലല്ല 50 വർഷം മുമ്പ് പാടിയിരുന്നത്. അതിനും 50 വർഷം മുമ്പ് പാടിയിരുന്ന രീതി വേറെ. ഇപ്പൊ ത്യാഗരാജ സ്വാമി പാടിയുന്ന രീതിയിലേ അല്ല നമ്മളിപ്പോൾ ശാസ്ത്രീയ സംഗീതം കൊണ്ടുപോകുന്നത് അല്ലേ. ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ ബാലമുരളി സാറിന് ഒരു സ്റ്റൈലുണ്ട്, ചെമ്മാങ്കുടി സ്വാമിക്ക് ഒരു സ്റ്റൈലുണ്ട്, അല്ലെങ്കിൽ GNB പാടിയിരുന്ന ഒരു വേറൊരു സ്റ്റൈലാണ്, യേശുദാസ് സാറിന് വേറൊരു സ്റ്റൈലുണ്ട്. അപ്പൊ ഇതിലേതാണ് ശുദ്ധം? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞാലല്ലേ കാട്ടിൽ മറ്റേ പണ്ട് ആദിവാസികളൊക്കെ മനുഷ്യന്റെ ജീവൻ ഉണ്ടായ സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്ന പേരുകളൊക്കെ അതെനിക്ക് ശുദ്ധ സംഗീതത്തിന് ഉപജ്ഞാതാവ് ഞാനാണ്. അങ്ങനെ വരുമ്പോൾ അതാണ് ശുദ്ധം, ബാക്കി എല്ലാം ഫ്യൂഷൻ തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഇതൊരു പാർട്ട് ഓഫ് മ്യൂസിക്, അല്ലെങ്കിൽ ഇതൊരു സ്റ്റൈൽ ഓഫ് മ്യൂസിക്, അത്രേ ഉള്ളൂ. അതിൽ അശുദ്ധമാക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല, ശുദ്ധമാക്കാനോ ഞാൻ ആളല്ല. I'll play one very melodious piece of mine. It's called When Flowers Talk. പൂക്കൾ സംസാരിക്കുമ്പോൾ. Hi, this is Bala Bhaskar with Shan on Star Jam. ഇനി കുറച്ചു നേരം വയലിൻ വായിക്കട്ടെ. Oh, thank you very much, man. പരോട് തന്നിരിക്കുന്നു. Thank you. ഡാഷ് വയലിൻ ഉണ്ട് എന്റെ വീട്ടിൽ. 7 ഡാഷ് കൺട്രീസിൽ ഞാൻ പോയിട്ടുണ്ട്. കുറെ 1 2 3 പറഞ്ഞു. ഗൾഫ് കൺട്രീസ്, ദുബായ്, കുവൈറ്റ്, ബഹ്റിൻ, മസ്കറ്റ്, ഖത്തർ പോയിട്ടുണ്ടാവും, പിന്നെ സിംഗപ്പൂർ, പിന്നെ ബാങ്കോക്ക്, ഹോങ്കോങ്. യൂറോപ്പ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ട്, ജർമ്മനി പോയിട്ടുണ്ട്, ഇറ്റലി, ഫ്രാൻസ്, പിന്നെ സ്വിറ്റ്സർലൻഡ് പോയിട്ടുണ്ടാവും, അയർലൻഡ്, US. അങ്ങനെ ഈ നാട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ വൈഫ് അറിയാതെ കള്ളത്തരങ്ങൾ കാണിക്കാറുണ്ട്. എനിക്ക് കള്ളത്തരങ്ങൾ കാണിക്കാൻ ഈ നാട്ടിൽ പോകണമെന്നില്ല. ഡാഷ് സ്റ്റേജസിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. 1000 2000 അത്രയൊന്നും കാണില്ല, ഉറപ്പായിട്ടും കാണില്ല. 1000 സ്റ്റേജസ് ഇല്ല, 600 to maximum 650 or 700 maximum. ആണോ? 650 സ്റ്റേജസ് കഴിഞ്ഞു. ആൻഡ് ഞാൻ ഡാഷ് കോടി സമ്പാദിച്ചു. ഒരു ഓണക്കോടി സമ്പാദിച്ചു. ഡാഷ് നേരെ ഞാൻ ഒറ്റയ്ക്ക് വയലിൻ വായിക്കും. പ്രാക്ടീസ് ടൈം ആണെങ്കിൽ സമയം കിട്ടുന്ന വെച്ചാൽ 8 മണിക്കൂറൊക്കെ. ബാലഭാസ്കറിന്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് പേരുടെ പേര് പറയാം. ഡിഫൈൻ ദീസ് പേഴ്സണാലിറ്റീസ്. മട്ടന്നൂർ. ഓയ്യോ, ഇത്രയും ഡൗൺ ടു എർത്ത്. നമ്മുടെ പ്രായമാണ് പുള്ളിക്ക്. നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മുടെ പ്രായമാണ്. അത്രയ്ക്കും ഫ്രീ ആയിട്ടൊരു മനുഷ്യൻ, വളരെ പാവം. അയ്യോ, ശുദ്ധനായൊരു മനുഷ്യൻ. മട്ടന്നൂരിന്റെ ചെണ്ട കിട്ടുകയാണെങ്കിൽ ബാലു കൊട്ടു? അയ്യോ ഇല്ല, ചിലർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ, അത് ചെയ്താൽ മതി. സ്റ്റീഫൻ ദേവസി. സ്റ്റേജ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വൈബ് ഫീൽ ചെയ്യും, നമ്മുടെ ആളെന്ന് ഫീൽ ചെയ്യുന്ന ഒരു കോൺഫിഡൻസ്. മച്ചാ കമ്പനിയിൽ അങ്ങനെയാണ്. ശിവമണി ഭയങ്കര എനർജി. ഓക്കെ മാൻ, കം ഓൺ, ലെറ്റ്സ് പ്രാക്ടീസ്, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ടു ദ സൗണ്ട് ചെക്ക്. അങ്ങനെ ഇപ്പൊ ചാടി നിൽക്കും. ജാക്കിർ ഹുസൈൻ. ഇത്രയും പേടിച്ച് ഞാൻ ഇരിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുമ്പിലാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇതുപോലെ മുടിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാട്ടോ? പിന്നെ ഇതുപോലല്ല, കുറച്ച് വൃത്തിയായിട്ടാട്ടോ മുടിയൊക്കെ കാട്ടാറൊക്കെ ഉണ്ട്. ഉസ്താദ് എന്നാണോ എല്ലാവരും വിളിക്കുന്നത്? ഉസ്താദ് എന്നല്ലേ, സാക്കി ജി, ഉസ്താദ് എന്തും വിളിക്കാം. പുള്ളിക്ക് സി എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, മിസ്റ്റർ സി എന്നൊക്കെ വിളിക്കുന്ന ആൾ. വെച്ചാൽ പുള്ളിയാണ് ഒരു ഫൺ ലവിങ് ക്യാരക്ടറാണ്. പുള്ളി ആ US-ന്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. പുള്ളി അവിടെയാണ് താമസിക്കുന്നതൊക്കെ. അപ്പൊ പുള്ളി ബാലു എന്നാണ് വിളിക്കുക. ബാല. ഹേ ബാല. ഹേ ബാല. സംസ്കൃതത്തിൽ എങ്ങനെയാണ്? ഹേ ബാല, ഹേ ബാലോ, ഹേ ബാല. ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിലെ സാൻസ്ക്രിറ്റിൽ എന്തൊക്കെ പഠിച്ചു? എന്നെ കൊണ്ട് പറ്റുന്നതല്ല
അന്ന് പഠിച്ചു. ഒന്ന് സാൻസ്ക്രിറ്റിൽ എന്തെങ്കിലും പറയൂ. ഇയം വാർത്താഹ ശ്രൂയന്താം. എങ്ങനെ ഇയം വാർത്താഹ ശ്രൂയന്താം പറഞ്ഞ് കേട്ടിട്ടില്ലേ റേഡിയോയിൽ? ബാക്കി പ്രവാചക ബാലഭാസ്കര പറയുന്ന ആൾ ബാലഭാസ്കര. പ്രവാചക ഷാനഹ. അതെ. ഓ എനിക്ക് വയ്യ. ക്ലബ് FM 94.3 ടൺ കണക്കിന് ഫണ്ണഹ. ഓ കണക്കിന് ഗണിതം എന്ന് പറയും കേട്ടോ. ക്ലബ് FM 94.3. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10 ഗണിത ഫണ്ണഹ.